അവൻ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയുള്ള ഒരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, പത്തനംതിട്ടയുള്ള ഒരു പെണ്ണ്, എറണാകുളത്തുള്ള ഒരു സ്ത്രീ, അങ്ങനെ പലരും ഉണ്ട്. സിനിമാ പ്രൊഡ്യൂസറാണ്, സിനിമാ നടനാണ്, അതും പറഞ്ഞിട്ടാ വിളിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവൻ്റെ അമ്മയായിരിക്കും. അപ്പൊ നമ്മുടെ അച്ചായൻ അഥവാ സോജൻ വർഗീസ് എല്ലാവർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരന്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള തൊപ്പിയുടെ കൂട്ടുകാരനാണ്. തൊപ്പിയുടെ കൂടെ നടന്നിട്ടുള്ള പരിചയമാണ് ഒട്ടുമിക്ക ആളുകൾക്കും അച്ചായന്. അത്യാവശ്യം പ്രായമുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അച്ചായൻ ഒരു പെൺകുട്ടിയെ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടി കൂടെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ അമ്പലത്തിൽ പോയി താലി കെട്ടുന്നതിന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായിരുന്നു അല്ലേ. പെട്ടെന്നൊരു ദിവസമായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. നമ്മൾ അന്നത്തെ തമാശ പോലെ ഈ വിഷയം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കയറുകയും ചെയ്തു. എന്നാൽ അതിനെല്ലാം ശേഷം ഈ പറയുന്ന അച്ചായന്റെ ഒരു ബന്ധു എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാവുന്ന ഒരു വ്യക്തി വഴിയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. എന്നിട്ട് എന്നോട് ഇവർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. ഈ ബന്ധു എന്ന് പറയുമ്പോൾ ഈ അച്ചായന്റെ അമ്മാവന്റെ മകളുടെ ഭർത്താവാണ് ഈ പറയുന്ന വ്യക്തി. എന്തായാലും അവർ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് ആയിട്ട് പ്ലേ ചെയ്യിപ്പിക്കാം. ഏകദേശം 7 മിനിറ്റോളം ഉണ്ട് ഈ വോയിസ് ക്ലിപ്പ്. പക്ഷെ അവരതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അത് മുഴുവനായിട്ടൊന്ന് കേൾക്കണം. ഇതിന്റെ സത്യാവസ്ഥ ലോകം അറിയട്ടെ. അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കാം. എൻ്റെ പേര് ബിജു എന്നാണ്. എൻ്റെ വീട് വയനാടാണ്. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിൻ്റെ കല്യാണം കഴിഞ്ഞ ഇതും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. അവൻ ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ്. ഒന്നെൻ്റെ, പിന്നെ ഞാൻ അറിയുന്നത് തന്നെ കുറേ ആൾക്കാർ, കുറേ സ്ത്രീകൾ. സിനിമ പ്രൊഡ്യൂസറാണ്, അതാണ് ഇതാണ്, സിനിമാ നടനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും. പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവൻ്റെ അമ്മയാണ് വിളിക്കുന്നത്. അവനൊരു കല്യാണം വേണം, അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും, അവരുടെ കയ്യിലുള്ള പൈസ മേടിച്ചെടുക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു താലി കെട്ടും. എന്നിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് ഇവനൊന്നും മദ്രാസിൽ പോകുമെന്നും പറഞ്ഞ് ഇവനങ്ങ് പോവും. പിന്നെ ആ തള്ള ആ സ്ത്രീയെ ചവിട്ടി ഓടിക്കും. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. വയനാട്ടിലുള്ളപ്പോഴാണ് പറയുന്നത്. ഞാനും വയനാട്ടുകാരനാണ്. അവൻ്റെ അമ്മാവൻ്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോടും പൈസ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് നടക്കും. കല്യാണം കഴിക്കാൻ സുഖമില്ലാത്തൊരു കൊച്ചാണ്. ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു. അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എൻ്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസയും വാങ്ങി. ആ പെണ്ണിന് കൊടുക്കാനാണെന്നും പറഞ്ഞ് മൊബൈലും മേടിപ്പിച്ചു. അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ സോജൻ. ഒക്കെ തെളിവടക്കം എൻ്റെ കയ്യിലുണ്ട്, തെളിവടക്കമുണ്ട്. അങ്ങനെ ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം തൊലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ അതെ ഇവനെ കല്യാണം നടക്കൂല എന്നറിയുന്ന പെണ്ണിൻ്റെ അപ്പന് വരെ കല്യാണം നടക്കൂല എന്നറിയുന്നതാണ്. ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവർ നടത്തി കൊടുത്തു. വെച്ചാൽ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അവന് കാറ് മേടിക്കണം, അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് കുറേ പൈസ വാങ്ങിയിട്ടുണ്ട് അവൻ. അതുപോലെ തന്നെ വേറൊരു പെണ്ണും കൂടെ ഉണ്ട്. അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ്, അവൻ്റെ കമ്പ്യൂട്ടർ, അവൻ്റെ കയ്യിൽ നിന്ന് കുറേ ലക്ഷങ്ങൾ. ഇങ്ങനെയാണ് അവർ വയനാട്ടിലുള്ളപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത്. വയനാട്ടിലെ സ്ഥലമൊക്കെ വിറ്റ് എറണാകുളത്തോടെ ഉണ്ട്. കുറേ കാലത്തേക്ക് നമ്മളിതൊന്നും അറിയത്തുണ്ടായിരുന്നുണ്ടായില്ല. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത്. ഇതൊന്നും ഒരു പുത്തരിയല്ല. അവൻ ഒരുപാട് തെളിവടക്കം തരാം, തെളിവടക്കമുണ്ട്. നമ്മൾ വെറുതെ പറയുന്നതോ നമ്മളൊരാളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഓർത്തിട്ടോ പറയുന്നതല്ല, തെളിവടക്കം. എന്തായാലും ഞാനിപ്പോൾ വിദേശത്താണുള്ളത്, നാട്ടിൽ വരട്ടെ, തെളിവടക്കം ഞാനത് തരാം. ഇങ്ങനെയൊക്കെയാണ് ഈ തള്ള. അവൻ്റെ അമ്മ, തള്ള എന്ന് വെച്ചാൽ അമ്മ, ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു മദ്യപിക്കാറൊന്നുമില്ല. വിദേശത്തൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ വിളിച്ച് പറയുമായിരുന്നു മദ്യം. വോഡ്കയാണ് വേണ്ടത്, വോഡ്കയാണ് അവരുടെ ബ്രാൻഡ്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ട് നമ്മളൊക്കെ പ്രതികരിച്ച് പോകുന്നേ ഉള്ളൂ.
അവൻ കള്ളു പിടിക്കാറില്ല, പെണ്ണ് പിടിക്കാറില്ല, ഒന്നുമില്ല. തെളിവ് ഞാൻ തരാം. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ തരാം തെളിവ്. ഓക്കെ. സോജൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ആരെ പറ്റിച്ചായാലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന ഒരാളാണ്. കുറെ കാലം അവൻ്റെ അമ്മാവൻ്റെ 2 പെൺമക്കളുണ്ടായിരുന്നു, അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്താ വെച്ചാൽ ഇളയ പെണ്ണിനെ കെട്ടിയത് ഒരു സർക്കാർ ജോലിക്കാരൻ, മൂത്ത പെണ്ണിനെ കെട്ടിയ ആള് ഞാൻ, അതായത് ഗൾഫിലാണുള്ളത്. ആദ്യം കല്യാണം കഴിച്ചത് അനിയത്തിനെയാണ്. അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം അവൻ്റെ പൈസ അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ കമ്പ്യൂട്ടർ എടുക്കുക, ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക. കുറേ കാലം അവനെ കൊണ്ട് ജീവിച്ചു. അത് കഴിഞ്ഞ് കെട്ടിയത് ഞാൻ. പെങ്ങൾക്ക് മൊബൈൽ വേണം, പൈസ കുറേ വേണം, ഒരുപാട് പൈസകൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയണ്ടേ? തെളിവാണല്ലോ നമുക്ക് എന്തിനും വേണ്ടത്. തെളിവടക്കം തരാം. അവന് പൈസ അയച്ചു കൊടുത്തതിൻ്റെയും ഒക്കെ രേഖകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. മൊബൈൽ വാങ്ങിയതിൻ്റെ ബില്ലും എല്ലാം ഇപ്പോഴും ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് ഒരു കാലത്ത് ആവശ്യം വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ ഏതോ കാലത്ത് മരിച്ചു പോയതാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ്റെ അപ്പം മരിച്ചിട്ട് സുഖമില്ലാത്തതുകൊണ്ടാണ്, ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ടാണ് പൈസ മേടിച്ചെന്നോട്. കല്യാണാലോചന വന്നതേ ഉള്ളൂ, അന്നേരത്തേക്ക് അവൻ എന്നോട് പൈസ മേടിച്ചു ചോദിച്ചു, അവൻ്റെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞു. നമ്മളറിയില്ലല്ലോ, നമ്മൾ വിദേശത്താണ്, നമ്മൾ ഖത്തറിലാണുള്ളത്, ഗൾഫിലാണ്. അപ്പം നമ്മളറിയത്തില്ല, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും തപ്പാൻ പോയില്ല. ഒരാൾ സുഖമില്ല, ഹോസ്പിറ്റലാന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെയാണ് അറിയുന്നത് ഇവൻ പക്ക ഫ്രോഡാണ്. പിന്നെ ഇവന് പൈസ കുറെ മേടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുക്കാതെയായി. ഇതൊക്കെ സത്യമാണ്. അവൻ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയുള്ളൊരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, പത്തനംതിട്ടയുള്ളൊരു പെണ്ണ്, എറണാകുളത്തുള്ളൊരു സ്ത്രീ, അങ്ങനെ പലരും ഉണ്ട്. സിനിമ പ്രൊഡ്യൂസറാണ്, സിനിമാ നടനാണ്, അതും പറഞ്ഞിട്ടാ വിളിക്കുക. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവൻ്റെ അമ്മയായിരിക്കും. മനുഷ്യരായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ? ഇതൊക്കെ ഈ ചാവുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നൊന്നുമില്ലല്ലോ. ജോലി ചെയ്ത് ജീവിക്കാനുള്ള തണ്ടും തടി ഉണ്ടല്ലോ അതിനൊക്കെ. നാട്ടുകാരെ ഊമ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടാണ്? എന്നിട്ടാവും കുറെ വീഡിയോ ഇടും. ഇതൊക്കെ തന്നെയാണ് അതിന് പറ്റിയത്. എന്താ പറയാ, നശിച്ച ജന്മം എന്ന് പറയില്ലേ, അതാണ് അതൊക്കെ. അത്ര മാത്രമേ പറയാറുള്ളൂ നമ്മൾ ഇതിനോടൊക്കെ. നമ്മൾ പറയുന്നതൊക്കെ സത്യമാണ്. നമുക്ക് നുണയൊന്നും വേണ്ട, തെളിവടക്കം തരാം. നമുക്കിപ്പോൾ ഇതിൻ്റെ നുണ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? ഞാൻ അവൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ്, അതുപോലെ അതിൽ കൂടുതൽ തെളിവ് നിങ്ങൾക്ക് വേണോ ഇനി? ഓക്കെ, ഈ പറഞ്ഞതിനെല്ലാം തെളിവുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി അവകാശപ്പെടുന്നത്, അല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഫോളോ അപ്പ് ആവശ്യമെങ്കിൽ നമ്മൾ ആ തെളിവുകളൊക്കെ പുറത്തു വിടുന്നതായിരിക്കും. എന്തായാലും ഈ പറഞ്ഞതിന്റെ എല്ലാം സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരപ്പെടേണ്ടത് തന്നെയാണ്. ഇനിയിപ്പോ ഈ വ്യക്തി അവകാശപ്പെടുന്ന പോലെ അച്ചായൻ ഒരുപാട് പെൺകുട്ടികൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അച്ചായൻ നിങ്ങൾ പാടുപെടും. ഭാവിയിൽ നിങ്ങളെ പറ്റിച്ച് ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെയെങ്കിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന് മാത്രമേ ഇപ്പൊ എനിക്ക് അച്ചായനോട് പറയാനുള്ളൂ. ഇനി ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് അച്ചായന് 100% ഉറപ്പുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും അച്ചായന്റെ ന്യായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാവുന്നതാണ്. പക്ഷെ ബോധ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ, ഇല്ല എങ്കിൽ ഇനിയും കുറെ സത്യങ്ങളും പുറം ലോകം അറിയും. എന്തായാലും കാത്തിരുന്ന് നമുക്ക് കാണാം. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.